വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ടോ? കുറച്ച് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിലൊരു സെറ്റപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. പറ്റാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പരിമിതികളുണ്ട്, ഡെഫിനറ്റ്ലി നാട്ടിലാണ്. പക്ഷെ എന്നാലും പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് വീഡിയോ നമുക്ക് ഇങ്ങനെ പോട്ടെ അല്ലേ. അതല്ല എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ എസ്പെഷ്യലി ശബ്ദത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയൂ. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഫാൻ ഇട്ടിട്ടുള്ള കാരണം എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയണില്ല. പക്ഷെ ഫാൻ ഇടാണ്ട് ഒരു രക്ഷയില്ല. പാലക്കാടാണ്, അപ്പോൾ ചൂടിൻ്റെ ഒരു ആഘാതം എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഫാൻ ഇടാണ്ടിരിക്കാൻ ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ലുക്ക്, അതല്ലെങ്കിൽ ആക്ച്വലി ഒരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. വലിയ അധികം പ്രൊഡക്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഐബ്രോ കിറ്റും അതേപോലെ തന്നെ മസ്കാരയും, ഇത്ര മാത്രം മതി. ഇത് രണ്ടും മാത്രം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഐ ലുക്ക് അതേപോലെ ഐബ്രോസും രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് നല്ല അടിപൊളിയാക്കാം. ഇപ്പോൾ നമ്മൾ എന്തായാലും മാസ്ക് വെക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വശത്തേക്കൊന്നും അധികം നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഈവൻ കോമ്പാക്ട് പൗഡർ പോലും ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സൺസ്ക്രീൻ ഇടുക, അതിനെക്കാട്ടും മുന്നേ മോയ്സ്ചറൈസർ ഇടുക. ഇതെന്തായാലും ചെയ്തിരിക്കുക എന്നുള്ളത്, അതായത് ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐ മേക്കപ്പ് മാത്രം ചെയ്താലും മതി. പക്ഷേ നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമുക്ക് ലിപ് ബാം ഇടാം, ലൈറ്റായിട്ടൊരു ലിപ്സ്റ്റിക്ക് ഇടണമെങ്കിൽ ഇടാം. ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്ക് ഇടുക കേട്ടോ, കാരണം നമ്മൾ മാസ്ക് വെക്കല്ലേ. നമുക്ക് ഇന്ന് ഐ മേക്കപ്പിൻ്റെ കാര്യം നോക്കാം. നമുക്ക് ഫസ്റ്റ് മസ്കാര വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. മസ്കാര എൻ്റെ ഫേവറേറ്റ് മസ്കാരയാണിത്. ഇത് ലോറിയൽ പാരിസ് വോളുമിനസ് ലാഷ് പാരഡൈസ് മസ്കാരയാണ്. ഞാനിത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് പേര് മേടിച്ച് ട്രൈ ചെയ്തിട്ട് നല്ല സൂപ്പർ മസ്കാര എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മസ്കാര വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണ് നന്നായിട്ട് വിടർന്നതായിട്ട് തോന്നിപ്പിക്കാനായിട്ട്, നമ്മുടെ കൺപീലിയൊക്കെ നല്ലോണം ഉള്ളതായിട്ട് തോന്നിപ്പിക്കാനായിട്ടുള്ളൊരു മസ്കാര വേണമെങ്കിൽ കണ്ണടച്ച് മേടിക്കാവുന്നതാണ്. ഇത് എൻ്റെ മാത്രം ഫേവറേറ്റ് മസ്കാര അല്ല കേട്ടോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ യൂട്യൂബിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്. ഇൻ്റർനാഷണൽ യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് പേര് അവരുടെ ഫേവറേറ്റ് മസ്കാര എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ യൂട്യൂബേഴ്സ് തന്നെ ഒരുപാട് പേര് അവരുടെ ഫേവറേറ്റ് മസ്കാര എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു കോട്ട് ഓഫ് മസ്കാര മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൺപീലിയുടെ താഴെയും ഇട്ട് കൊടുക്കാം നമുക്ക്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് മസ്കാര ഇടേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കണ്ടോ, ജസ്റ്റ് ഒരു കൂട്ട് ഓഫ് മസ്കാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഡിഫറൻസ് കണ്ടോ. നമുക്ക് ശരിക്കും കണ്ണെഴുതേണ്ട ആവശ്യമില്ല, ഒരു ഐ ഷാഡോ ഇടേണ്ട ആവശ്യമില്ല, ഒന്നും തന്നെ വേണ്ട. ഭയങ്കര എളുപ്പമല്ലേ. ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ, ഓഫീസിലേക്ക് പോകുമ്പോഴാണെങ്കിലും ശരി, ഈവൻ കോളേജിൽ പോകുമ്പോഴാണെങ്കിലും ശരി, ജസ്റ്റ് ഒന്ന് ഉണർത്തി എടുക്കണമെങ്കിൽ, അതായത് ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണൊക്കെ ഭയങ്കര ഡള്ളായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ചടപടയെന്ന് പോണ വഴിക്കാണെങ്കിലും കുഴപ്പമില്ല, ഒരു 1-2 കോട്ട് മസ്കാര ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്രയും തന്നെ മതി കേട്ടോ. പറയേണ്ടത് ഇതിൻ്റെ വേവി ബ്രിസിൽസ് ആണ് കേട്ടോ. ഇതിൻ്റെ ബ്രിസിൽസ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓരോരോ ഈ ഐ ലാഷസിലും ഇത് കോട്ട് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം കൺപീലിക്ക് വോളിയൂം തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് വോളിയൂം മാത്രമല്ല, നന്നായിട്ട് ഇത് ലെങ്തിങ് ചെയ്യുകയും ചെയ്യും. ജസ്റ്റ് ഒരു കോട്ട് ഓഫ് മസ്കാര ഇടുമ്പോഴാണ് കേട്ടോ ഈ ഒരു റിസൾട്ട് കിട്ടണത് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇനിയും കോട്ട് ഓഫ് മസ്കാര ഇട്ട് കൊടുക്കാം. 2 കോട്ട് 3 കോട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുണ്ടാവും. എനിക്ക് പക്ഷേ ഈ ഒരു ലുക്കാണ് കേട്ടോ ഇഷ്ടം. ഇതിൻ്റെ വേവി ഫൈബേഴ്സ് ഉണ്ടല്ലോ, നല്ല ഡെൻസാണ് കേട്ടോ, ഭയങ്കര തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൺപീലിക്ക് നല്ല ലെങ്തനിങ് എഫക്റ്റ് തരുകയും ചെയ്യും. അത് മാത്രമല്ല നല്ലൊരു ഗ്ലാസ് ഷേപ്പാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല വോളിയൂം തരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ സമയം ചിലവഴിക്കാണ്ട് നമ്മുടെ കണ്ണ് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് അല്ലേ. പക്ഷെ എന്നാലും ഒരു കംപ്ലീറ്റ്നെസ് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഐബ്രോസ് അങ്ങനെ തന്നെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐബ്രോസും കൂടി എഴുതിയാൽ തന്നെ ആ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുള്ളൂ. എത്ര ഭംഗിയായിട്ട് നമ്മൾ കണ്ണെഴുതിയാലും, ഇനി ജസ്റ്റ് മസ്കാര മാത്രമാണ് എങ്ങനെയാണെങ്കിലും ശരി, ഐബ്രോസ് രണ്ട് പോലെയാണ്. അറ്റ്ലീസ്റ്റ് ഗ്രൂം ചെയ്ത് വെക്കുക എന്ന് പറയില്ലേ നമ്മൾ. അതിപ്പോൾ ത്രെഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ജസ്റ്റ് ഗ്യാപ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. മെജോറിറ്റി ആൾക്കാർക്ക് 2 ഐബ്രോസും ഒരേപോലെ ആവണമെന്നില്ല. എൻ്റെ ഒട്ടുമേ അല്ല, അത് കണ്ടാൽ തന്നെ അറിയാം. രണ്ട് ദിശകളിലൂടെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഐബ്രോസ് എഴുതാഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അതെനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യം. 2 ഐബ്രോസ് ഒരേപോലെ ഉണ്ടാവുകയും കുറച്ച് തിക്കായിട്ടുണ്ടാകുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് നോക്കുമ്പോൾ എത്രയും തിക്കാവുന്നോ അത്രയും അടിപൊളിയാണെന്നുള്ള രീതിയിലാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര തിക്കാക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മൾ ഗ്രൂം ചെയ്ത് വെക്കുകയാണെങ്കിൽ
നല്ല നീറ്റാക്കി വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസ് ബ്രോ ആർട്ടിസ്റ്റ് ജീനിയസ് കിറ്റാണ്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഷെയ്ഡ് 01 മീഡിയം ടു ഡാർക്ക് ആണ് കേട്ടോ. ഐബ്രോ പൗഡറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് തരും എന്നുള്ളതാണ്. ഇതിനെക്കാട്ടും മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐബ്രോ പെൻസിലിനെക്കാട്ടിലും കുറേ കൂടി നാച്ചുറൽ ലുക്ക് തരാനായിട്ട് പൗഡർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം വാക്സും ഉണ്ട്. അപ്പോൾ വാക്സ് ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് അതേപോലെ നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഐബ്രോസിൻ്റെ മുടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്നും ഭയങ്കര നീളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് വാക്സ് ഉള്ള കാരണം ശരിക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊപ്പം ബ്രഷും ഉണ്ട്. അപ്പോൾ ഈ ബ്രഷിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ആങ്ക്യുലർ ആണ്, മറ്റേ സൈഡ് എന്ന് പറയുന്നത് ഒരു മസ്കാര വോണ്ട് പോലെയുള്ള സ്പൂളിയില്ലേ അതുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബ്രഷിൽ കുറച്ചെടുക്കാം, പൗഡർ എടുക്കാം കേട്ടോ. ആദ്യം പൗഡർ എടുത്തിട്ട് എക്സ്ട്രാ ഒന്ന് ടാപ്പ് ഓഫ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് സ്പൂളി വെച്ചിട്ടൊന്ന് ഈരി കൊടുക്കാം കേട്ടോ. ഒന്ന് അടങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കേണ്ടതെന്നുള്ളത് ഒന്ന് അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഗ്യാപ്സ് ഉള്ള ഭാഗങ്ങളൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പുള്ള ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ തന്നെ ആവും. ചിലർക്ക് ഫുള്ളായിട്ട് എഴുതി കൊടുക്കേണ്ടി വരും, കാരണം ഐബ്രോസ് വളരെ കുറവായിട്ടുള്ളവർക്ക്. അപ്പോൾ അത് നമ്മൾ നോക്കി ചെയ്യാവുന്നതാണ് കേട്ടോ. എങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഐബ്രോസ് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഐബ്രോസ് കുറവാണെങ്കിലൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു നല്ല നാച്ചുറൽ ഫിനിഷ് പൗഡറാണ്. ഐബ്രോ എഴുതിയിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല കേട്ടോ. ഈ ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്തൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വാക്സ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഈ വാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടിൻറ്റഡ് വാക്സ് ആണ്, നല്ല നാച്ചുറൽ ലുക്കായിട്ടുണ്ടാവും. നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇതാ മിറർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നോക്കി ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ്. തിക്കായിട്ടുള്ള ഐബ്രോസ് ആയിട്ടുള്ള പോലെ തോന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 900 റുപ്പീസാണ്. പക്ഷേ എപ്പോഴും ഡിസ്കൗണ്ടിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നൈക്കയിൽ അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം നൈക്കയിൽ നോക്കിയപ്പോൾ ഇത് 600 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഐ ഷാഡോ പൗഡറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോനൈസിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അൾട്രാ ഫൈൻ പൗഡറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആവുകയും നമുക്ക് കളർ ബിൽഡ് ചെയ്യാൻ പറ്റുകയും ലോങ് വെയർ പെർഫോമൻസ് ആണെന്നാണ് പറയുന്നത്. അതായത് 12 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യും, വാട്ടർ പ്രൂഫ് ആണെന്നാണ് കേട്ടോ പറയണത്. ഈ ഐബ്രോ പൗഡർ ഉണ്ടല്ലോ കുറച്ച് നമുക്ക് ബ്രഷിലെടുക്കാം. നമുക്കിനി ഐ ഷാഡോ പോലെ യൂസ് ചെയ്യാം. അതായത് നമുക്ക് ക്രീസ് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള പെർഫെക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. ഈ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ചുകൂടി ഇങ്ങനെ ഡെപ്ത് ഉള്ള പോലെ ഈ ക്രീസിൻ്റെ അവിടെ തോന്നിപ്പിക്കാനായിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഐ ഷാഡോ പോലെ യൂസ് ചെയ്യാം. നമുക്ക് കോൺടോർ ചെയ്യാം. നോസ് കോൺടോർ ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. അപ്പം നോസ് നന്നായിട്ട് ഇങ്ങനെ സ്ലിമ്മായിട്ട് തോന്നിപ്പിക്കാനായിട്ടേ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഇങ്ങനെ സ്ലിമ്മർ നോസ് ആക്കി തോന്നിപ്പിക്കാനായിട്ട് സൂപ്പർബാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഡബിൾ ചിൻ കുറവായിട്ട് തോന്നിപ്പിക്കാനായിട്ട് ഇവിടെ കോൺടോർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ കോൺടോർ ചെയ്യണമെങ്കിലാവാം. ഇവിടെ ഞാൻ കോൺടോർ ചെയ്യാറില്ല കേട്ടോ, കാരണം എനിക്ക് ഓൾറെഡി തന്നെ കവൾ ഒട്ടിയതാണ്. നെറ്റിയുടെ ഇവിടെ നെറ്റി അധികം ഉണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടി വരും എന്തായാലും, കാരണം എനിക്ക് നല്ലോണം നെറ്റി ഉണ്ടല്ലോ. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നെറ്റി അങ്ങനെ അധികം ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷെ ഒരുപാട് ഡിഫറൻസ് ഒന്നും വരില്ല കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ട് നമുക്കൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ സെയിം ബ്രഷിൽ കുറച്ച് ഈ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുകളിലൊന്ന് കണ്ണെഴുതി കൊടുക്കണമെങ്കിലാവാം കേട്ടോ. ചെറുതായിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വാലിട്ട് കൊടുത്തിട്ടേ ഇങ്ങനെ എഴുതി കൊടുക്കാം. കണ്ണിന് നല്ല വലിപ്പം തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ണിൻ്റെ താഴെ ഔട്ടർ കോർണേഴ്സിൽ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് നല്ല വലിപ്പം തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതെന്തായാലും ഒന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ജസ്റ്റ് നമുക്ക് കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മീതെയും ഐലൈനർ എഴുതില്ലേ അതേപോലെ എഴുതാം. പക്ഷെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐലൈനർ എഴുതുന്ന അത്ര സമയം വേണ്ട എന്നുള്ളതാണ്. എന്നാൽ കണ്ണിന് നല്ല വലിപ്പം തോന്നിക്കുകയും ചെയ്യും. ആ ഒരു ലുക്ക് ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒട്ടും അധികം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടില്ലല്ലോ. ജസ്റ്റ് 2 പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐ ലുക്കാണ്. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര നാച്ചുറലാണ്. പക്ഷെ എന്നാൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടെ. എസ്പെഷ്യലി ഈ മസ്കാര എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ ബൈ.